ഈ കഴക്കൂട്ടത്ത് 5 പേർക്ക് കുത്തേറ്റ കേസുണ്ടല്ലോ B6-ൽ. അതിലിപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജന്മദിന ആഘോഷത്തിനിടെയായിരുന്നു സംഭവം. ആഘോഷം അതിരുവിട്ടതാണോ അതല്ല മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യങ്ങൾ ഈ സംഘർഷത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു? അരുൺ, അതൊരു കോമഡിയാണ് യഥാർത്ഥത്തിൽ. അതായത് കേക്ക് ആര് മുറിക്കും എന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷമുണ്ടായത്. തിരുവനന്തപുരത്ത് ചെമ്പകമംഗലം സ്വദേശിയായ ഒരു അക്ബറിൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു അവർ കഴക്കൂട്ടത്തെ ബിയർ പാർലറിലെത്തിയത്. അവർ 4 പേരുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള മേശയിലിരിക്കുന്ന 9 പേരുമായി അവർ 9 പേരുണ്ടായിരുന്നു. തൊട്ടടുത്ത മേശയിലിരിക്കുന്ന 4 പേരുമായി സൗഹൃദത്തിലായി ബിയറൊക്കെ കുടിച്ചു കഴിഞ്ഞ് ലഹരിയൊക്കെ തലയ്ക്ക് പിടിച്ചതിന് ശേഷം ഇവർ ഒന്നിച്ചായിരുന്നു ഈ ആഘോഷമൊക്കെ തുടങ്ങിയത്. ഏറ്റവും അവസാനമായിരുന്നു ഈ കേക്ക് മുറിക്കൽ. അവസാനം ആര് കേക്ക് മുറിക്കും എന്നത് സംബന്ധിച്ച് 2 ടീമും തമ്മിൽ വാഗ്വാദമുണ്ടായി, പ്രശ്നമായി, സംഘർഷമായി. കയ്യിൽ കത്തിയെടുത്ത് കുത്തി, അതോടൊപ്പം തന്നെ കേക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കത്തിയെടുത്ത് കുത്തി, പിന്നെ അതുപോലെ തന്നെ അവിടെ ബാറിലെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി. ഇങ്ങനെയാണ് 5 പേർക്ക് കുത്തേൽക്കുന്ന സ്ഥിതി ഉണ്ടായതിൽ 2 പേരുടെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമാണ്. 2 പേരെയാണ് പോലീസ് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 പേരും ആ പ്രധാനപ്പെട്ട കേസുകളിൽ കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും ജന്മദിനാഘോഷം നടക്കുന്നതിനിടെ കേക്ക് ആര് മുറിക്കും എന്നതിനെ ചൊല്ലിയാണ് കഴക്കൂട്ടത്തെ ബാറിൽ ഇന്നലെ ഉണ്ടായ സംഘർഷവും കത്തിക്കുത്തും. അതെ അതെ ഈ കല്യാണ സദ്യക്ക് പോയപ്പോൾ ചിപ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ ടീമാണ്. അപ്പോൾ ജന്മദിനാഘോഷത്തിന് ആര് കേക്ക് മുറിക്കണം ആദ്യം എന്നതിനെ ചൊല്ലിയുള്ള ചെറിയ കത്തിക്കുത്ത്. അതിൽ 5 പേർക്ക് പരിക്കേറ്റു. 2 പേരും അറസ്റ്റിലായി. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ്. അതെ അതെ, ഹാപ്പി ബർത്ത്ഡേക്ക് ആരാദ്യം കേക്ക് മുറിക്കും. 5 പേർക്ക് കത്തിക്കുത്തിൽ പരിക്ക്. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. ആരാദ്യം കേക്ക് മുറിക്കണമെന്ന് ആലോചിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജന്മദിനം അവിസ്മരണീയമായി എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്താ ചെയ്യുക?